ഇതാണ് മുയൽ. എന്ത് രസം കാണുന്നതെന്നുണ്ടോ? നമ്മുടെ ഈ മുയൽ നല്ല ഭംഗിയുള്ള മുയൽ കുഞ്ഞുങ്ങൾ. ഇതൊക്കെ ഞങ്ങളുടെ ബ്ലാക്ക് മുയൽ കുഞ്ഞുണ്ട്. ഒപ്പം തന്നെ ഒരു ഗർഭിണിയാണെന്ന് തോന്നല്ലേ അവള്. ഇതാണ് ഇവരതിൻ്റെ ചെറുത്. ചെറിയ മക്കളെ പല വെറൈറ്റി കേട്ടോ. ഇതിൽ ഇതുണ്ട് കറുപ്പ് വെറൈറ്റി, വെള്ള വെറൈറ്റി. ഇവരെ പിന്നെ മാംസത്തിന് ഉപയോഗിക്കാൻ നല്ലതാട്ടോ. മാംസത്തിന് ഉപയോഗിക്കുമ്പം ഇത് കൊളസ്ട്രോൾ ഇല്ലാത്ത ഫുഡാണ് ഇവരുടെ. അതെല്ലാം ഒന്ന് തന്നെ. ഇഷ്ടംപോലെ മുയലുകളുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഇത് കൊച്ചു കുഞ്ഞു കൂട്ടങ്ങൾ മുയലുകൾ. തുറക്കാൻ പറ്റുമോ? ഇതാണ് കുഞ്ഞുമക്കളെ. ഇവരെ വളർത്താൻ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും. ഭയങ്കര സന്തോഷമാണ്. ഇവരുടെ ആ ഓട്ടവും പാച്ചിലും ഒക്കെ നല്ല മനോഹരമായി. ഒന്ന് ചാടിക്കുക ഇങ്ങോട്ട്. ഇത് കണ്ടോ ചാടി ഓടുന്ന കണ്ടോ? മുയൽ ഓടുന്ന കണ്ടോ? ഈ കുഞ്ഞിക്കുട്ടം വരുമ്പോൾ എനിക്ക് വരണം. അല്ല മേടിക്കാനാ? ഇത് സെയിം സംഭവമാണ്. അതിൻ്റെയും ചെറുതാണ്. ഇത് ഒരു കണ്ടനാണ് കേട്ടോ, ബ്ലാക്ക്. ഇത് കുഞ്ഞുങ്ങൾ അമ്മ. അതിൻ്റെയും കുഞ്ഞുങ്ങൾ ആക്കിയില്ല ഞാൻ. കാരണം ടൈം നോക്കിയാൽ ഇവരെയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാ. ചാടി വരും, അങ്ങോട്ട് കയറി മുങ്ങി ചാടുവാണേ. മുയലും കുഞ്ഞുങ്ങളെ ഒന്ന് തൊടാനൊക്കെ കൊതി തോന്നുന്നു. കൈ പിടിച്ചത് കയ്യിലൊന്നും പിടിക്കാറില്ല. ടിൻഡു മോനെ, വായോ. ടിൻഡു എന്നാട്ടോ പേര്. ഈ മുയൽ കുഞ്ഞിൻ്റെ പേരും ടിൻഡു എന്നാണേ. കണ്ടോ ഇവരെ പിടിക്കുന്ന ചെവിയാലാട്ടോ. നമ്മൾ അല്ലാതെ നമുക്ക് പിടിക്കത്തില്ല. ഇവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. പക്ഷേ ഇവർ കാട്ടിലൂടെ ഓടുമ്പോൾ ഭയങ്കര സ്പീഡാണ്. പക്ഷെ നമ്മൾ പിടിക്കുമ്പോൾ ഇവരെ ചെവിയെ പിടിച്ചിട്ട് വേണം നമുക്ക് പിടിക്കാൻ. ഉണ്ടോ മുയലിൻ്റെ ഒരു കൂട്ടം. അതൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനെയൊക്കെ കാണാൻ. അപ്പം ഇത് കറുത്ത ബ്ലാക്ക് കളറായിട്ടുള്ള മുയലാണേ. അതൊരു കണ്ടനാണ്. ഇത് ഇവരുടെ ഫാദറാട്ടോ. ഫാദർ മുയല, കണ്ടൻ മുയലാണ്. ഉണ്ടോ? അത്ര കൂട്ടൊന്നുമില്ല. പേടിയാ, മുയലിന് പേടിയാ. കൊല്ലൊന്നും വെച്ചിട്ട് ഇതുണ്ടോ ചാടി പൊങ്ങി വരുന്നത്. ഇവർ ചാടി പുറത്ത് ചാടിയാൽ ഇവരെ കിട്ടുമോ പിന്നെ പിടിക്കാൻ? ഞാൻ അല്ലേ? ഉണ്ടോ? പറമ്പിലുള്ള പുല്ലൊക്കെയാണ് കേട്ടോ അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് മതി, അത്രയും മതി അവരുടെ തീറ്റ. കഞ്ഞിവെള്ളം കൊടുക്കുമോ? കഞ്ഞിവെള്ളമല്ല, അവർക്ക് ഭക്ഷണമായിട്ട് നമ്മൾ രാവിലെ ഭക്ഷണമല്ലേ കൊടുക്കുന്നത്. അതെന്ത് ഭക്ഷണം നമ്മൾ കൊടുക്കാം? ഇച്ചിരി കടലപ്പിണ്ണാക്കും, ബാക്കിയുള്ള ചോറ്, പിന്നെ പച്ചക്കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മിക്സ് ചെയ്ത് വാഴപ്പഴത്തിൻ്റെ തൊലി എല്ലാം ഞുറുക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇവർക്ക് കൊടുക്കും. നല്ലൊരു ഫുഡാണ്. വൈകുന്നേരം നമ്മൾ പുല്ല്, ഇഷ്ടംപോലെ പുല്ല് കൊടുക്കും. അത് മതി അവരുടെ ഫുഡ്. രാവിലെ വാഴപ്പഴവും കുറച്ച് കഞ്ഞിയും പിന്നെ പഴത്തിൻ്റെ തൊലി പിന്നെ പച്ചക്കറി എന്തെങ്കിലും പച്ചക്കറിയുടെ ചെറിയ കഷ്ണങ്ങൾ അല്ലേ മിക്സ് ചെയ്ത് കൊടുക്കണം. ലേശം ഉപ്പും ചേർത്ത് വൈകുന്നേരം നമ്മൾ പുല്ല് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം, ഇവരുടെ പച്ചവെള്ളം കൊടുത്താൽ മതി. ഓരോ കുഞ്ഞു ചട്ടികൾ, ആ ചട്ടികളിൽ പാത്രം വെച്ച് കൊടുക്കുക അല്ലേ? പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുക. അത് കുടിച്ച് പിന്നെ അവർക്ക് ഇറങ്ങി നടക്കണോ? വേണ്ട. ഈ കൂട്ടിൽ ഓടാൻ മാത്രം സ്ഥലം ഉണ്ടെന്നേ. പിന്നെ ഇവർ പെറ്റ് പെരുകുന്ന സമയത്ത് നമ്മൾ വേറെ കൂടുണ്ടാക്കും. അതല്ലേ? പിന്നെ ആൾക്കാർ വന്ന് വാങ്ങിച്ചോളൂല്ലോ. ആൾക്കാർ അത്യാവശ്യം അല്ലാണ്ട് വളർത്താനായിട്ടാണേലും മേടിച്ചോണ്ട് പോകും. ഇഷ്ടംപോലെ മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. ആരും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ ഫുഡിനെ കുറിച്ച് കൃത്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമാവും. പലരും പറയും മുയൽ കൊണ്ടുപോയി ചത്തു പോകുന്നു. പക്ഷേ നമ്മുടെ മുയൽ ഇതുവരെ ഒന്നും വേണ്ട. നമ്മൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തുളസീൻ്റെ ഇല ഉണ്ടല്ലോ,
ഒടിച്ചിട്ട് കൊടുത്താൽ മതി. തുളസിയില നല്ലതാണ് അവർക്ക്. ഇതിൽ ചെറിയ കൂടാണെങ്കിലും നമുക്ക് വളർത്താൻ പറ്റും അല്ലേ? ഒരു വലിയ കൂട വേണമെന്നൊന്നും ഇല്ലല്ലോ. ഒടിച്ചിരി അവർക്ക് ഓടിക്കളിക്കാൻ മാത്രം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഏതാണ്ട് ഈ വലിപ്പമാണ്, ഒരു 3 മുയലിന് കിടക്കാൻ പാകത്തിനുള്ള ഒരു. അതുപോലെ നിലത്തേക്ക് വീഴാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ആക്കി വെച്ചിട്ടുണ്ട്. അത് വേണം, അല്ലെങ്കിൽ നമ്മുടെ നിരന്ന് കിടക്കും, നിലം മുഴുവനും മൂത്രവും കാഷ്ടമൊക്കെ ആകും. അപ്പോൾ അതൊരു ബേസിൻ്റെ അകത്തോട്ട് നമ്മൾ ശേഖരിച്ച് നമുക്ക് വളത്തിനായിട്ട് ഉപയോഗിക്കാം. ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.